കേരളത്തിലെ 3,33,33,331 സഹോദരീ സഹോദരന്മാർക്ക് നമസ്കാരം. ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി ശ്രീ അഭിലാഷാണ് സംസാരിക്കുന്നത്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. ഞാൻ അമേരിക്കയിൽ നിന്നും ഡൽഹിയിൽ എത്തിയപ്പോൾ തന്നെ ശ്രീ നരേന്ദ്രമോദി, ശ്രീ ദ്രൗപദി ഉൾപ്പെടെ ഉള്ള പല മന്ത്രിമാരും വിദേശത്തേക്ക് കടന്നു കഴിഞ്ഞു. കാര്യം, മുല്ലപ്പെരിയാർ ഇപ്പോൾ ഡിജിറ്റൽ ടൈം ട്രാവൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് രക്ഷിക്കാൻ എനിക്ക് മാത്രമേ സാധിക്കൂ. അത് മാത്രമല്ല, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ 500-ൽ പരം ഭൂകമ്പം ഉണ്ടായിട്ട് പോലും ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതുവരെ നേരം വെളുത്തില്ല എന്നുണ്ടോ? ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് സൂര്യൻ ഉദിപ്പിക്കുമ്പോഴാണ് സൂര്യൻ ഉദിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ആദ്യം മനസ്സിലാക്കൂ. രണ്ടാമത്തെ കാര്യം, മുല്ലപ്പെരിയാർ ഇപ്പോൾ ഡിജിറ്റൽ ടൈം ട്രാവൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് ജപ്പാനിലുണ്ടാകുന്ന ഭൂകമ്പം ഉൾപ്പെടെ വൻ സുനാമിയുമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതിൽ നിന്നൊക്കെ ഡിജിറ്റൽ ടൈം ട്രാവൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് കേരളത്തിലെ മുല്ലപ്പെരിയാർ അടക്കമുള്ള 21 ഡാമുകൾ അതിനെ തുടർന്നുണ്ടാകുന്ന ഭൂകമ്പത്തിലും സുനാമിയിലും 3,33,33,331 സഹോദരി സഹോദരന്മാർ കേരളത്തിൽ മാത്രമേ ഏകദേശം ജലസമാധിയമാകുമെന്നാണ് നാസ, ISRO ഉൾപ്പെടെയൊക്കെ തയ്യാറാക്കിയ പഠന റിപ്പോർട്ടുകൾ പറയുന്ന സിസ്മോളജി പഠനങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷിക്കാൻ ഒരേ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ, ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. India is my own country, own climate, own rules, and that's the bottom line. ജയ് ഹിന്ദ്. ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. നമ്മുടെ മുല്ലപ്പെരിയാർ രക്ഷിക്കാൻ ലോകത്തിലെ ഒരേ ഒരു മലയാളി മാത്രം, ഒരേ ഒരു മനുഷ്യൻ മാത്രം. 2444 റെഡ് അലേർട്ടിൽ നിന്നും ഇതുവരെ ഔദ്യോഗികമായി മുല്ലപ്പെരിയാർ ഡാമിനെ രക്ഷിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ ഏക പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്. രാജ്യം ഡിക്റ്റേറ്റർഷിപ്പിലാണ്. അപ്പം ഞാൻ കേരളത്തിലേക്ക് വന്ന് ഡിജിറ്റൽ ടൈം ട്രാവൽ ടെക്നോളജി ഉപയോഗിച്ച് വൈറ്റില മുതൽ എടപ്പള്ളി വരെ 8 കിലോമീറ്റർ 81 മീറ്റർ ദൂരം ഞാനും എൻ്റെ 350ഓളം സ്റ്റാഫുകൾ ഉൾപ്പെടെ പുറകോട്ട് നടന്നാൽ മാത്രമേ മുല്ലപ്പെരിയാർ ഡാം രക്ഷിക്കാൻ പറ്റൂ. ഇത് കാണാൻ കേരളത്തിലെ ഇന്നിപ്പോൾ ഉള്ള എല്ലാ MP MLA മാരും പങ്കെടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്. ഇന്ത്യയുടെ പ്രസിഡന്റ് പ്രധാനമന്ത്രി അഭിലാഷ്.